Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പോലും കോൺഗ്രസിൽ ചേരുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കേരളത്തിൽ കാണാനാവുകയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതുയുഗയാത്രയുടെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകരരുതെന്ന് യുഡിഎഫ് ആഗ്രഹിക്കുന്നു. അതിനായി ഒരുമിച്ച് നിന്ന് പൊരുതും. വിലക്കയറ്റത്തിൽ കഴിഞ്ഞ 11 മാസമായി ഇന്ത്യയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. അഭ്യസ്തവിദ്യരായ യുവതലമുറയിലുള്ളവരൊക്കെ മറുരാജ്യങ്ങളിലേക്ക് കടക്കുന്നു. വിദേശത്തുള്ളവർക്ക് നാട്ടിൽ തൊഴിൽ സംവിധാനം ഒരുക്കുമെന്ന് യുഡിഎഫ് ഉറപ്പു നൽകുന്നതായും 600 കിലോമീറ്ററുള്ള കേരള തീരദേശത്ത് മിഷൻ സമുദ്ര കോസ്റ്റൽ ഷിപ്പിംഗ് നടപ്പിലാക്കുമെന്നും ഇടതുഭരണം തകർത്ത സർവ്വ മേഖലയെയും തിരിച്ചെടുക്കാൻ ടീം യുഡിഎഫ് ഉടൻ അധികാരത്തിൽ വരുമെന്നും യാത്രാ നായകൻ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. പിണറായി വിജയൻ അടുത്ത മാസം ഭരണത്തിന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. എടുക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ കടം വാങ്ങിച്ചു. ചിലര് കടം മേടിച്ച് തറവാട് മുടിപ്പിക്കുന്നത് പോലെ ഈ കേരളം എന്ന തറവാട് കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കപട ന്യൂനപക്ഷ പ്രേമം പറഞ്ഞെത്തിയവർ തോൽവി രുചിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനത്തിനിറങ്ങുന്നു. LDF തീവ്ര വലതുപക്ഷമായി മാറിയിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പുതുയുഗയാത്രയുടെ കാസർഗോഡ് ജില്ലാതല പര്യടനം പൂർത്തിയാക്കി തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുസമ്മേളനം MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. പി. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, CMP ജനറൽ സെക്രട്ടറി CP ജോൺ, മുൻ മന്ത്രി അനൂപ് ജേക്കബ്, ഷാനിമോൾ ഉസ്മാൻ, OJ ജനീഷ്, ജെബി മേത്തർ, NK പ്രേമചന്ദ്രൻ MP, കല്ലട്ര മാഹിൻ ഹാജി, A. ഗോവിന്ദൻ നായർ, സോണി സെബാസ്റ്റ്യൻ, ഹക്കീം കുന്നിൽ, ബാലകൃഷ്ണൻ പെരിയ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF പുതുയുഗയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ആവേശത്തോടെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്കെത്തുമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF പുതുയുഗയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ജില്ലാതിർത്തിയായ ഒളവറയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ഗാന്ധി പാർക്കിലേക്ക് ആനയിച്ചു. പുതുയുഗത്തിന്റെ ആരംഭമാണ്. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ആവേശത്തോടെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു പുതിയ കാലം, ആ പുതിയ കാലമാണ് UDFന്റെ വാക്ക്. കേരളത്തിലെ ജനങ്ങളോടുള്ള വാക്ക്. എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു, ഈ സർക്കാർ എവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ ടീം UDF വരികയാണ്. സമ്പദ് വ്യവസ്ഥ തകർക്കുകയോ ഞാൻ പറഞ്ഞു. ആ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ച് വികസന പരിപാടികൾ നടത്തി ക്ഷേമ പരിപാടികൾ നടത്താൻ ഉള്ള പദ്ധതി
പദ്ധതികൾ UDF-ന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഡിസൈൻ ചെയ്ത ഈ പുതുയുഗത്തെ കുറിച്ചുള്ള, പുതിയ കേരളത്തെ കുറിച്ചുള്ള നിരവധി പരിപാടികൾ പ്രഖ്യാപിക്കപ്പെടുന്നത് 2 വർഷക്കാലമായി. നമ്മളതിനായി കഠിനാധ്വാനം ചെയ്യാൻ ലോകത്തെ എല്ലായിടത്തുമുള്ള മലയാളികളായ വിദഗ്ധരുടെ ഒരു ടീമാണ് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാൻ യുദ്ധത്തിലെ പോരാളികളെ പോലെ പ്രവർത്തിക്കണമെന്നും VD സതീശൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. NK പ്രേമചന്ദ്രൻ, മാർട്ടിൻ ജോർജ്, MM ഹസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, CP ജോൺ, അനൂപ് ജേക്കബ് എന്നിവർ യാത്രയിൽ പങ്കെടുത്തു. ഉമ്മർ M, ഷുക്കൂർ ഹാജി, K ജയരാജ്, KK ഫൽഗുനൻ, AP നാരായണൻ, MK രാജൻ, നൌഷാദ് വാഴവളപ്പിൽ, K ജയരാജ്, ലളിത ടീച്ചർ, ബ്രിജേഷ് കുമാർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വിളംബര ജാഥ സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പൊതുയോഗം PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. M അശോകൻ അധ്യക്ഷത വഹിച്ചു. TT രാജൻ, N സുധീർ, N അജയൻ, NV സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റേറ്റ് ലെവൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇരട്ട സ്വർണ്ണ മെഡലും ജൂനിയർ വിഭാഗത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനുമായിരിക്കുകയാണ് പയ്യന്നൂർ തായ്നേരിയിലെ അഭിനവ് K. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ് അഭിനവ്. സ്റ്റേറ്റ് ലെവൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ പയ്യന്നൂർ തായ്നേരി സ്വദേശി അഭിനവിനൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അഭിനവ് ഇരട്ട സ്വർണ്ണ മെഡലൊക്കെ കരസ്ഥമാക്കി അല്ലേ, ചാമ്പ്യൻ ഓഫ് ദി ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നി ഈ ഒരു മൊമെന്റിൽ? വളരെ സന്തോഷം. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ നിലയിൽ എത്തിയത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ദേശീയ മത്സരം എന്നാണ്. ഗുജറാത്തിൽ വെച്ചാണ് മത്സരം. മെയ് ലാസ്റ്റാണ്. അപ്പോൾ അതിലും നല്ല രീതിയിൽ പ്രയത്നിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പം ഒരു ദിവസം എത്ര സമയം പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കും? ഒരു 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ. ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു കായിക താരമാരാ? എൻ്റെ കോച്ച് തന്നെയാണ്. കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അഭിനവിനെ ട്രെയിൻ ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത് കോച്ച് തന്നെയാണ് അല്ലേ? എന്ത് തോന്നി ഈ ഒരു മൊമെന്റിൽ? വളരെ സന്തോഷം. പിന്നെ ഞാൻ 6 വർഷം നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു കൂടുതൽ. അപ്പോൾ നാട്ടിൽ ഞാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യൽ വളരെ കുറവായിരുന്നു. അപ്പോൾ കുറേ കൂടി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ വന്ന സമയത്ത് നമ്മളൊരു അക്കാദമി, ലാസ്റ്റ് ഇയർ നമ്മളൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. ഷേർഖാൻ ആം റെസ്ലിംഗ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ തളിപ്പുറം മുതൽ പയ്യന്നൂർ വരെയുള്ള ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി കാര്യമായിട്ട്. അതിൽ നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ് അഭിനവ്. അപ്പോൾ തീർച്ചയായും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഹാർഡ് വർക്കും ഉണ്ട്, നല്ല അംബീഷ്യസും ആണ്. അഭിനവിന്റെ അടുത്തൊരു പ്രധാന ലക്ഷ്യം എന്താ? മത്സരത്തിൻ്റെ ഇപ്പോൾ നാഷണൽ തന്നെയാണ്. നാഷണൽ ലെവലിൽ തന്നെ പ്രയത്നിക്കുക. ഒരു +2 വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് എക്സാംസും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ പ്രാക്ടീസൊക്കെ ഇതിനിടയിൽ എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്യുന്നത്? കുഴപ്പമില്ല, ഇതും വിട്ടുകളില്ല. ഇത് തന്നെയാണ് ലക്ഷ്യം. അഭിനവിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ പ്രധാനമായി പ്രവർത്തിച്ചത് അഭിനവിന്റെ അമ്മ തന്നെയായിരിക്കും അല്ലേ? അമ്മക്ക് എന്താ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? എനിക്ക് മോനെ ഈ നിലയിലെത്തി തന്നെ വളരെയേറെ സന്തോഷം. പിന്നെ മോനെ ഇതിൽ എത്തിച്ച നമ്മുടെ കോച്ച് സുഹേൽ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നല്ല നല്ല അവസരങ്ങൾ അഭിനവിനെ തേടിയെത്തട്ടെ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം തുറന്നു. പദ്ധതി ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഗുണമേന്മയുള്ള മത്സ്യം എത്തിക്കാനാണ് അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം ആരംഭിച്ചത്. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. M വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 10 പഞ്ചായത്തുകളുമായി ചേർന്ന് മണ്ഡലത്തിലെ വിവിധ പോയിന്റുകളിൽ മത്സ്യവിപണനം നടത്തും. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കും.
മത്സ്യഫെഡിന്റെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ശുദ്ധമായ മത്സ്യം വിൽപ്പന നടത്തുക, അതോടൊപ്പം തന്നെ മത്സ്യഫെഡിന്റെ മറ്റ് അനുബന്ധമായ ഉൽപ്പന്നങ്ങളുണ്ട്, മത്സ്യമായി ചേർന്ന് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, അച്ചാറുകൾ, അതുപോലെ തന്നെ ചെമ്മീൻ പൊടി, അങ്ങനെ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഈ കൗണ്ടറിന്റെ ഭാഗമായിട്ട് വിപണനം നടത്തും. നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ പഞ്ചായത്തുകളിലൂടെ ചില പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ടാണ് ഈ മത്സ്യവില്പന നടത്തുക. ഇതിൽ പ്രധാനമായും നാം കാണുന്നത് നിലവിൽ മത്സ്യത്തൊഴിലാളികളായ വിൽപ്പനക്കാരായ നിരവധി പേരുണ്ട്. അവർക്കെല്ലാം ആശങ്കയുണ്ട്. പക്ഷെ ഒരിക്കലും അവരുടെ മത്സ്യവില്പനയെയോ അവരുടെ ഉപജീവന മാർഗത്തെയോ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് നാം കണ്ടത്. എരിപുരം മാടായി PCC ഹാളിൽ നടന്ന ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷീമ, T നിഷ, KPT രഘുവരൻ, T മനോഹരൻ, ഡോക്ടർ P സഹദേവൻ, VK മോഹൻദാസ്, മോഹനൻ, A ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ പൈതൃകം വിളിച്ചോതുന്ന, കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം നൽകുന്ന കാഴ്ചയാണ് അടയ്ക്കാത്തൂണുകൾ. മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണം അടയ്ക്കാത്തൂണുകൾ കൊണ്ട് വർണ്ണാഭമായി അലങ്കരിച്ചിരിക്കുകയാണ്. പ്രസിദ്ധമായ മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് അടക്കാത്തൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നത്. 15,000 പഴുത്ത അടക്കകളാണ് ഇതിനായി എത്തിക്കുന്നത്. ഗ്രാമങ്ങളിലെ കവുങ്ങുകളിൽ നിന്ന് ലക്ഷണമൊത്ത നല്ല പഴുത്ത അടക്ക കൊണ്ടുവന്നാണ് അലങ്കാര തൂണുകളുടെ നിർമ്മാണം. 5 ദിവസങ്ങളിലായുള്ള കളിയാട്ടത്തിൽ 2ാം നാളിൽ അടക്കാത്തൂണുകളുടെ നിർമ്മാണം തുടങ്ങും. കുളിച്ച് വ്രതശുദ്ധിയോടെ ക്ഷേത്രാങ്കണത്തിൽ ഒത്തുകൂടുന്ന സ്ത്രീകളാണ് അടയ്ക്ക ചരടിൽ കോർക്കുന്നത്. പുരുഷന്മാർ ക്ഷേത്ര തൂണുകൾക്ക് വരിഞ്ഞുകെട്ടിയാണ് അലങ്കരിക്കുന്നത്. കളിയാട്ടത്തിന്റെ 3ാം ദിനത്തിൽ രാത്രിയോടെ പൂർത്തിയാകുന്ന ഈ പൊന്മുത്തുപോലുള്ള തൂണുകൾ 4ാം നാളിലെത്തുന്നവർക്ക് നയന മനോഹര കാഴ്ചയാണ്. ഇതാസ്വദിക്കാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ എത്താറുണ്ട്. ഒരുപാട് മനുഷ്യാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ച് അത് അങ്ങനെ തൂണിന് ചുറ്റി കൃത്യമായിട്ട് ഒരു പുരുഷന്മാരും സ്ത്രീകളും അടക്കം കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടക്കുന്നത്. പണ്ടുകാലത്ത് തോറ്റമ്പാട്ട് തന്നെ പറയുന്നുണ്ട്, പവിഴമാല പുഴക്കടക്കത്തൂണിനെക്കുറിച്ചും മറ്റുള്ള കാർഷിക സമൃദ്ധിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളും ചക്ക, മാങ്ങ, തേങ്ങ ഇതെല്ലാം കൊണ്ടും ഇവിടെ അലങ്കരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉത്സവത്തിന് എല്ലാവിധത്തിലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കാലവറ നടക്കലിന് ഒരുപാട് നമ്മുടെ ധനധാന്യാദികൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഉത്സവത്തിന് നടക്കുന്നത്. അറിയാവുന്ന വേറെ ഒരുപാട് കാലത്തെ പഴയ ചരിത്രത്തിലെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത്. നാലമ്പലത്തിന് മുന്നിലെ തിരുസന്നിധിയിൽ 10 അടയ്ക്കാത്തൂണുകളാണ് പാരമ്പര്യ പ്രൗഢിയോടെ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ പൈതൃകം വിളിച്ചോതിക്കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ് മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഈ അടക്കാത്തൂണുകൾ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് പൂരക വരുമാന പദ്ധതി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ വകയിരുത്തിയ തുകയിൽ നിന്നും ഖാദി തൊഴിലാളികൾക്ക് 19.5 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായി. ഈ ഇനത്തിൽ ഖാദിക്ക് വകയിരുത്തിയ 39 കോടി രൂപയിൽ 19.5 കോടി രൂപ ആദ്യഘട്ടമായി വിതരണം ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മിനിമം കൂലി ഖാദി സ്ഥാപനങ്ങൾ പൂർണ്ണമായും നൽകുന്നില്ല. പകരം ഖാദി കമ്മീഷൻ നിശ്ചയിക്കുന്ന കോസ്റ്റാറ്റ് പ്രകാരമുള്ള കൂലിയാണ് തൊഴിലാളികൾക്ക് നൽകി വരുന്നത്. കോസ്റ്റാറ്റ് കൂലിയോടൊപ്പം മിനിമം കൂലിയിൽ എത്താനുള്ള തുക സർക്കാർ നടപ്പിലാക്കിയ ഇൻകം സപ്പോർട്ട് സ്കീമിൽ നിന്നാണ് നൽകി വരുന്നത്. ഇപ്പോൾ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ഖാദി ഉൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ധനസഹായം നൽകാൻ 107 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഖാദി ചില്ലറ വിൽപ്പനയ്ക്ക് റിബേറ്റ് നൽകാൻ 15 കോടി രൂപയും തൊഴിലാളികൾക്ക് ഉൽപാദന ഉത്സവകാല ഇൻസെന്റീവ് നൽകാൻ 6.6 കോടി രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കാൻ തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തളിപ്പറമ്പ് താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും
കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തളിപ്പറമ്പ് താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായം നടത്താൻ അനുയോജ്യമായ നിലയല്ല എന്നതായിരുന്നു നമുക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ. എന്നാൽ ഏറ്റവും അവസാനം കേന്ദ്ര ഗവൺമെന്റ് തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള ചില രേഖകൾ പറയുന്നത് ഏറ്റവും മികച്ച നിലയിൽ വ്യവസായം നടത്താൻ പറ്റുന്ന സംസ്ഥാനമായിട്ട് ഇപ്പോൾ കേരളം മാറിയിരുന്നതാണ്. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷയായി. തളിപ്പറമ്പ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സുനിൽ എം വിഷയാവതരണം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ലിജി ടി, പയ്യന്നൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം രാമകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ ടീച്ചർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ഷീബ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി മോഹനൻ, വിദ്യാഭ്യാസം കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പ്രദീപൻ, അശ്വിൻ കെ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം നടക്കുന്ന പ്രകമ്പനം എന്ന സിനിമയിൽ അന്തരിച്ച കലാഭവൻ നവാസിന് ശബ്ദം നൽകിയത് കാങ്കോലിലെ അബ്ദുൾ സമീറാണ്. ആദ്യമായാണ് സമീർ സിനിമയിൽ ശബ്ദം നൽകുന്നത്. നിന്റെ ഭാസ്കര മാമയല്ലാതെ പോന്ന് കട്ടിട്ട് തിന്നിട്ടല്ലേ ശീലമല്ലോ. നീ ഞങ്ങളെല്ലാം കൊലക്കൊടുത്ത് അടങ്ങുമല്ലേ. പ്രകമ്പനം എന്ന സിനിമയിൽ അന്തരിച്ച കലാഭവൻ നവാസിന് ശബ്ദം നൽകിയിരിക്കുന്നത് കാങ്കോലിലെ അബ്ദുൾ സമീറാണ്. ആദ്യമായാണ് സമീർ സിനിമയിൽ ശബ്ദം നൽകുന്നത്. സിനിമയിൽ ഒരു റോളിൽ അഭിനയിക്കാനെത്തിയതായിരുന്നു സമീർ. ആ സമയത്താണ് നവാസിന്റെ അകാലമരണം സംഭവിക്കുന്നത്. ഈ സമയത്ത് ചിത്രത്തിന്റെ സംവിധായകൻ സമീറിന്റെ ശബ്ദവുമായി നവാസിന്റെ ശബ്ദത്തിന് സാമ്യമുണ്ടെന്ന് പറയുകയും സമീർ ശബ്ദം നൽകുകയുമായിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. സിനിമയിൽ എനിക്ക് അശോകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കി ഡബ്ബിങ് നടക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ എന്നോട് പറഞ്ഞു, കലാഭവൻ നവാസ്കയുടെ അവസാന പടമാണ്. അദ്ദേഹം ചിത്രീകരണം പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ് ആഗസ്റ്റ് 1-ാം തീയതി നമ്മോട് വിട പറഞ്ഞത്. അപ്പോൾ നവാസ്കയുടെ ഡബ്ബിങ് ചെയ്യണം. അപ്പോൾ എൻ്റെത് ചെയ്യുന്ന ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ശബ്ദം നവാസ്കയുടെ ശബ്ദവുമായി സാമ്യപ്പെടാൻ സാധ്യതയുണ്ട്, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നവാസ്കയുടെ ചില ഡയലോഗ് അവിടുന്ന് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സും സിനിമാ മേഖലയിലെ മറ്റെല്ലാവരും അത് പരിശോധിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഇത് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞ് നവാസ്കയുടെ പ്രകമ്പനം സിനിമയിലെ ഡബ്ബിങ് ഞാനാണ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം AI-യിൽ നവാസിന്റെ ശബ്ദം നൽകുവാൻ പദ്ധതിയിട്ടിരുന്നു. അതിന് ലക്ഷങ്ങൾ ചിലവ് വരും. പിന്നീടാണ് സംവിധായകന്റെ ശ്രദ്ധ സമീറിലേക്ക് തിരിഞ്ഞതും. സിനിമാ മേഖലയിൽ നിന്നു തന്നെ നിരവധി പേർ സിനിമ കണ്ട് അഭിനന്ദനം അറിയിച്ചുവെന്ന് സമീർ പറയുന്നു. ചിത്രം കാണുമ്പോൾ നമുക്കും അത് തോന്നാതിരിക്കില്ല. സമീറിന്റെ വിജയത്തിൽ നാട്ടുകാരും സന്തോഷത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ചെത്തുതൊഴിലാളി യൂണിയൻ റേഞ്ച് കൺവെൻഷൻ തീരുമാനിച്ചു. പയ്യന്നൂർ AKG ഭവനിൽ ചേർന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ചെത്തുതൊഴിലാളി യൂണിയൻ റേഞ്ച് കൺവെൻഷൻ തീരുമാനിച്ചു. പയ്യന്നൂർ AKG ഭവനിൽ ചേർന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. CITU മെമ്പർഷിപ്പിന്റെ പകുതിയധികം ഒരു കാലത്ത് വീടി തൊഴിലാളികളായിരുന്നു. ഇത് വളരെ കുറച്ചു പേർ മാത്രമേ ആ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നു. എല്ലാവരും ചെത്തുതൊഴിലാളികൾ യൂണിയൻ മെമ്പർമാരായിട്ട് 300-ലധികം തൊഴിലാളികൾ ഈ റേഞ്ചിനകത്ത് ഒരവസരത്തിൽ യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ വ്യവസായ മേഖലയിലുണ്ടായിരുന്ന പ്രതിസന്ധി റേഞ്ച് പ്രസിഡന്റ് TV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KU രാധാകൃഷ്ണൻ, ചെത്തുതൊഴിലാളി യൂണിയൻ റേഞ്ച് സെക്രട്ടറി TV രവീന്ദ്രൻ, KV ദാമോദരൻ, M രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പയ്യന്നൂർ ടൗണിൽ വിളംബര ജാഥയും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം നാം തന്നെ പരമാവധി ഉൽപ്പാദിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
പ്രാദേശിക ഭക്ഷ്യോൽപാദനത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പലരും ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന് മുൻപിലിരിക്കുമ്പോൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം എവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചതായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കണം. ഒരുപക്ഷെ അത് എത്രയോ കാലം അകലെ നിന്നെത്തിയതാകാം. ഏതു സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിച്ചതാകാം. എന്തൊക്കെ രാസകീടനാശിനികൾ ഉപയോഗിച്ചതാകാം. അത് എവിടെയൊക്കെ സംഭരിച്ച് എങ്ങനെയൊക്കെ എത്തിയതാകാം. പ്രശ്നം ഗൗരവതരമാണ്. പലരും ഇത് തിരിച്ചറിഞ്ഞ് തങ്ങളാൽ കഴിയുന്നതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ശുഭസൂചനയാണ് നൽകുന്നത്. അവരവർക്ക് വേണ്ടുന്ന പച്ചക്കറികളും മറ്റും പറമ്പിലും മുറ്റത്തും ടെറസിലുമൊക്കെ നട്ടുവളർത്തുന്നവരുണ്ട്. ഇതിനും കഴിയാത്തവർ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ നാടിനും വ്യക്തികൾക്കും മാത്രമല്ല പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനം കൂടിയായി അത് മാറുകയാണ്. മധ്യവർത്തികളെ ഒഴിവാക്കുകയും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും ദൃഢമാക്കാൻ ഇത്തരം വാങ്ങലുകൾ സഹായിക്കുന്നു. ഭ്രമിപ്പിക്കുന്ന കമ്പോളത്തിലെ സാധനങ്ങളെ വാങ്ങൂ എന്ന ചിന്ത ഉപേക്ഷിച്ച് കൂടുതൽ ആളുകൾ ഇത്തരം പ്രാദേശിക ഭക്ഷ്യ ഉൽപ്പാദകരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം അത് സ്വയം സംരക്ഷിക്കൽ കൂടിയാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുതിയങ്കാവ് റോഡ് പ്രിയദർശിനി കലാവേദി വെള്ളൂരിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 8-ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ശില്പം വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടന്നു. പ്രിയദർശിനി കലാവേദി പുതിയങ്കാവ് റോഡ് വെള്ളൂരിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനം ഫെബ്രുവരി 8 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ ശില്പം വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടന്നു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമടക്കം നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. 3 മാസത്തോളം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. ഇന്ദിരാഗാന്ധിയുടെ തനത് ശൈലിയിലുള്ള മുടിയും നരച്ച ഭാഗവും സാരിയും മാലയും ധരിച്ച് പുഞ്ചിരിയോടുകൂടിയ ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരിപാടിയിൽ പ്രിയദർശിനി സെക്രട്ടറി AK ദാമോദരൻ, AP നാരായണൻ, KV ഭാസ്കരൻ, BC നാരായണൻ, ശ്യാമള EP, വത്സല, പ്രിയ PV, O സുരേശൻ, KK രഘുനാഥൻ, VV രഞ്ജിത്ത്, സുധേഷ് പുതുവാൾ, നവനീത് ഷാജി, വിപിൻ ദാസ്, അതുൽ B കൃഷ്ണ, ലളിത തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ സ്മൈൽ പ്ലസ് സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി CM കിഡ്സ് സ്കോളർഷിപ്പ് LP സ്കൂൾ കുട്ടികൾക്കുള്ള പഠന ക്യാമ്പും UP സ്കൂൾ കുട്ടികൾക്കുള്ള പഠനസഹായി വിതരണവും നടന്നു. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ സ്മൈൽ പ്ലസ് സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി CM കിഡ്സ് സ്കോളർഷിപ്പ് LP വിഭാഗം കുട്ടികൾക്കുള്ള പഠന ക്യാമ്പും UP വിഭാഗം കുട്ടികൾക്കുള്ള പഠനസഹായി വിതരണവും പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ അധ്യക്ഷനായി. ബിന്ദു CK, CV തമ്പാൻ, അനിൽ K തുടങ്ങിയവർ സംസാരിച്ചു. CV തമ്പാൻ, സനിത KK, സാവിത്രി ടീച്ചർ, വർഷ, മെർലിൻ, സജി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പഠനസഹായി വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AVS GHSSന്റെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. കേരളം മറ്റ് 70 എന്നതായിരുന്നു വിഷയം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ ലക്ഷ്മണൻ, ജയദേവൻ കരിവെള്ളൂർ, TV രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 3ാമത് AV സ്മാരക എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരമായിരുന്നു സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലാത്തറ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും ഫെബ്രുവരി 8-ന് ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്തറ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും ഫെബ്രുവരി 8 ഞായറാഴ്ച നടക്കും. 14 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ച് റോട്ടറി റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് രാവിലെ 6:30 ആരംഭിക്കും. പടന്നപ്പുറം പൊതുജന വായനശാലയിൽ നിന്ന് പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് വരെയാണ് പരിപാടി. പരിയാരം ഇൻസ്പെക്ടർ KK വിനോയ് ഫ്ലാഗ് ഓഫ് ചെയ്യും. 45 കുട്ടികളാണ് പങ്കെടുക്കുക. ആദ്യത്തെ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകും.
പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകും. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പിലാത്തറ സെന്റ് ജോസഫ് കോളേജിലാണ് തിമിര ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ കണ്ടെത്തലും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നടക്കുക. ഉദ്ഘാടനം പാസ് ഡിസ്ട്രിക്ട് ഗവർണർ VV പ്രമോദ് നായനാർ നിർവഹിക്കും. പിലാത്തറ റോട്ടറി ക്ലബ് പ്രസിഡന്റ് C. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ, ഫാദർ തോമസ് കൊറ്റിയത്ത് എന്നിവർ പങ്കെടുക്കും. C. രവീന്ദ്രനാഥ്, K. അരവിന്ദാക്ഷൻ, PV സുരേന്ദ്രനാഥ്, പ്രൊഫസർ K. രവീന്ദ്രൻ, M. ബാലകൃഷ്ണൻ, T. രാജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പിലാത്രയിൽ നടന്നു. ചെറുതാഴം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രവി ഉദ്ഘാടനം ചെയ്തു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പിലാത്തറയിൽ നടന്നു. ചെറുതാഴം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രവി ഉദ്ഘാടനം ചെയ്തു. സംഘടിത സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആനുകൂല്യം നേടിയെടുക്കാനും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ഞാൻ ആദ്യം പ്രവാസത്തോട് ചോദിച്ചത്, നമ്മുടെ ഈ സംഘടന ഏതെങ്കിലും ട്രേഡ് യൂണിയൻ സംഘടനയുമായി ബന്ധപ്പെട്ട് അഫിലിയേഷൻ ഉണ്ടോ എന്നതാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. തൊഴിലാളികൾക്ക് ആവശ്യമായ ഈ സംഘടനയിൽ അംഗത്വം നേടിയവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. മേഖലാ പ്രസിഡന്റ് ഏകനാഥ് പുത്തൻകുടി അധ്യക്ഷത വഹിച്ചു. MC പ്രകാശൻ, രാജീവൻ കണ്ണാടിപ്പറമ്പ്, N. രാജേഷ്, TV തമ്പാൻ, നന്ദകുമാർ പൂണങ്കോട്, സുധാകരൻ പയ്യന്നൂർ, CB പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ലളിതകല അക്കാദമി പയ്യന്നൂർ കാനായി മീൻകുഴി ടൂറിസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് സമാപിച്ചു. മുൻ MLA TV രാജേഷ് ശില്പങ്ങൾ നാടിന് സമർപ്പിച്ചു. നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് സമാപിച്ചു. മുൻ MLA TV രാജേഷ് ശില്പങ്ങൾ നാടിന് സമർപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി മുഖ്യാതിഥിയായി. ശില്പികളായ രമേശൻ നടുവിൽ, ടീനു KR, സന്തോഷ് മാനസം, പ്രണവ് കാരന്താറ്റിൽ, രാജേന്ദ്രൻ എരമം, നാരായണൻ നരിക്കാമ്പള്ളി, ഷാജി മാടായി, അനീകാനായി, ഷൈൻജിത്ത് കുഞ്ഞിമംഗലം, ഷിനു പാടിച്ചാൽ, ഷൈജു കൃഷ്ണ എന്നിവരെ ആദരിച്ചു. P. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഉണ്ണീക്കാനായി, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, രാജേഷ് കടന്നപ്പള്ളി, വിനോദ് പയ്യന്നൂർ, ബിജു പാണപ്പുഴ, VV ഗിരീഷ് കുമാർ, സത്യൻ കാനായി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ശില്പങ്ങൾ കാണാൻ എത്തിയത്. നിരവധി സ്കൂൾ കുട്ടികളും നവോത്ഥാന ശില്പങ്ങൾ കാണാൻ എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.